ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. വൈഷ്ണവ സുദർശനത്തിലേക്ക് എല്ലാ ഭക്ത മനസ്സുകൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭക്തജനങ്ങളോട് പറയുന്നത് ഒരു ഭഗവത് ഭക്തന്റെ കഥയാണ്. ഭഗവത് ഭക്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള, ഭഗവാന്റെ ഹൃദയം തന്നെയായിരുന്നു. അതുപോലൊരു കൂട്ടുകാരൻ ഭഗവാനുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം ഭക്തന്റെ പേര്, ഭഗവാന്റെ കൂട്ടുകാരന്റെ പേര്. ഭഗവാൻ എല്ലാവരോടും പറയുന്നത്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്, സുദാമാവ് എന്നാണ് പറയുന്നത്. ഭഗവാൻ അത്ര ഇഷ്ടമുള്ള ഒരു സുഹൃത്താണ് സുദാമാവ്. ഇന്ന് വൈഷ്ണവ സുദർശനത്തിലൂടെ ഭഗവാന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ആ സുദാമാവിൻ്റെയും കഥ പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആ സുദാമാവ് വളരെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കൊച്ചുകുടിയിൽ സുദാമാവിൻ്റെ ഭാര്യയായിട്ടുള്ള സുമംഗല ഓരോരോ വീട്ടുജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സുദാമാവിൻ്റെ മക്കൾ അമ്മയോട് വന്ന് പറയുകയാണ്, അമ്മേ വിശക്കുന്നു, അമ്മേ കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തരൂ. അങ്ങനെ സുദാമാവിന് ധാരാളം മക്കളുണ്ട്. അങ്ങനെ ഓരോ കുട്ടികളും വന്നിട്ട് അമ്മയോട് പറയുകയാണ്, അമ്മേ എനിക്കും വിശക്കുന്നു, അമ്മേ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ തരൂ. അങ്ങനെ ഓരോരോ കുട്ടികളും അവരുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അവർ പറയുകയാണ്, അമ്മേ വിശക്കുന്നു, അമ്മേ വിശക്കുന്നു, കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം തരൂ അമ്മേ. സുദാമാവിൻ്റെ ഭാര്യ ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടി കണ്ണുനീര് മക്കൾ കാണാതെ സാരിത്തുമ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് പറയുന്നു, തരാം മക്കളെ, അമ്മ മക്കൾക്ക് കഞ്ഞി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കലം കഴുകി വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ചു. പക്ഷേ ആ കലത്തിലിടാൻ ഒരു തരി അരിമണി പോലും ആ കൊച്ചു കുടിലിൽ ഉണ്ടായിരുന്നില്ല. കുട്ടികള് വിശപ്പ് സഹിക്കാൻ പറ്റാതെ വീണ്ടും കരയാൻ തുടങ്ങി. സുദാമാവിൻ്റെ ഭാര്യ മക്കളോട് പറഞ്ഞു, അരി ഇപ്പൊ വേഗം മക്കളെ എന്ന്. അവര് ആ ഒരു അമ്മയുടെ എല്ലാവിധ അവർക്കത് മക്കളോട് ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയാനുള്ള അങ്ങനെ പറയുമ്പോൾ കൂടുതൽ മക്കൾ വിഷമിക്കും. ആ മനസ്സില്ലാ മനസ്സോടെ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് കുട്ടികളെ അത് പറഞ്ഞു, അമ്മ കഞ്ഞി ഉണ്ടാക്കി തരാം, മക്കൾ കുറച്ചു നേരം ഒന്ന് കിടന്നോളും, അമ്മ ഭക്ഷണം ആവുമ്പോൾ മക്കളെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കലത്തിൻ്റെ അകത്ത് തവിയിട്ട് ചുമ്മാ ഇളക്കുന്നത് പോലെ കാണിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു കുട്ടി കിടന്ന ആ ഒരു പായിൽ നിന്ന് എണീറ്റിട്ട് പറയുകയാണ്, അമ്മേ ഞങ്ങൾക്കിപ്പം കഴിക്കാൻ അന്നം നൽകാതിരുന്നാൽ വിശന്ന് മരിച്ചു പോകും അമ്മേ ഞങ്ങൾ. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഓരോരോ കുട്ടികൾ വെച്ച് ഉറങ്ങാൻ തുടങ്ങി. വിശന്ന് തളർന്നു കിടന്നുറങ്ങിപ്പോയ ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ട അമ്മ അടുക്കളയിലുള്ള ഒരു തൂണിൽ തലതല്ലി കരയാൻ തുടങ്ങി. കൃഷ്ണ ഭഗവാനെ, ഇതെന്തൊരു പരീക്ഷണമാണ്. അപ്പോഴാണ് സുദാമാവ് ആ ഭഗവാന്റെ പൂജകളെല്ലാം കഴിഞ്ഞ് ആ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. സുദാമാവിൻ്റെ ഭാര്യ തൻ്റെ അംഗങ്ങളെല്ലാം വിറച്ചുകൊണ്ട് വിശന്ന് തളർന്നവളും അതുപോലെ തന്നെ ഭർത്തൃ ശുശ്രൂഷ തൽപരയുമായ അവൾ വാടിയ മുഖത്തോടു കൂടി തൻ്റെ ഭർത്താവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പ്രഭു,
ബ്രാഹ്മണകുല ശ്രേഷ്ഠ, അങ്ങ് ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കിപ്പോൾ ധനവും ധാന്യവും ബന്ധുക്കളും ആരുമില്ല. നമ്മുടെ മക്കൾ ഇന്ന് ഒരു തരി ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവർ വിശന്ന് കരഞ്ഞ് കരഞ്ഞ് തളർന്നു കിടന്നുറങ്ങിപ്പോയി. നാളെ സൂര്യദേവൻ ഉദിച്ചുയരുമ്പോൾ നമ്മുടെ കുട്ടികൾ പാത്രവും എടുത്ത് എൻ്റെ അടുത്ത് വന്ന് ഭക്ഷണം ചോദിക്കും. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടന്ന് കരയുന്ന നമ്മുടെ ഉണ്ണികളുടെ മുഖം കാണുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നുന്നു പ്രഭു. പ്രാണനാഥ, അങ്ങ് എത്ര ദിവസമായി ഒരു പിടി അന്നം കഴിച്ചിട്ട്? പ്രഭു, ഞാൻ എത്ര ദിവസം വേണമെങ്കിലും അന്നം കഴിക്കാതെ ജലം മാത്രം കുടിച്ച് ജീവിക്കാം. പക്ഷേ പ്രഭു, അങ്ങേക്കും നമ്മുടെ ഉണ്ണികൾക്കും ഒരു നേരമെങ്കിലും ഭക്ഷണം തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ബ്രാഹ്മണോത്തമ, ഞാൻ അങ്ങയുടെ അടുത്ത് ഒരു കാര്യം ഉണർത്തിക്കട്ടെ. അങ്ങ് എപ്പോഴും പറയുന്നൊക്കെ ഒരു കാര്യമല്ലേ, നമുക്ക് ഒരേ ഒരു ബന്ധു ആ ദ്വാരകാധീശൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന്. അങ്ങയുടെ സുഹൃത്തു കൂടിയല്ലേ. ഒന്ന് പോയി കണ്ടൂടെ? സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ അങ്ങും ദ്വാരകാധിപതിയും ഒരുമിച്ച് വിദ്യാഭ്യാസം ചെയ്തതല്ലേ. അങ്ങേക്കറിയില്ലേ, ചെറുപ്പത്തിലുള്ള കൂട്ടുകാരെ മഹാത്മാക്കൾ ഒരിക്കലും മറക്കില്ല എന്ന്. സാക്ഷാൽ ലക്ഷ്മി വല്ലഭനും ബ്രാഹ്മണ ഭക്തനും ശരണം പ്രാപിക്കാൻ യോഗ്യനുമായ തൻ്റെ പ്രജകളെ എല്ലാവിധ സമ്പൽ സമൃദ്ധിയോടും കൂടി രക്ഷിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടാൽ നമ്മുടെ കണ്ണു രണ്ടും സഫലമാകും. ആ ചെന്താമരാക്ഷൻ തൻ്റെ ഭക്തന്മാർക്ക് ആ ഭഗവാനെ തന്നെ കൊടുക്കും. ആ മുകുന്ദന്റെ പാതാരവിന്ദങ്ങളെ മാത്രം എപ്പോഴും മനസ്സിൽ ഇടതടവില്ലാതെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയെ ആ ദ്വാരകാധീശൻ കൈവിടിയുമോ? ഇന്ന് അങ്ങ് ആ ത്രിലോകനാഥനെ കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യ ദുഃഖമെല്ലാം തീരും. പ്രഭു, നമ്മുടെ ഉണ്ണികളുടെ കരഞ്ഞു കലങ്ങിയ മുഖം കണ്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങനെ തൻ്റെ ആ ധർമ്മപത്നിയുടെ വാക്കുകൾ കേട്ട സുദാമാവ് പറയുകയാണ്, ഭവതി, ഇതെല്ലാം ആ ഭഗവാന്റെ കൽപ്പിതങ്ങളാണ്. ഇതൊന്നും നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ലംഘിക്കാനാവില്ല. മുമ്പ് നമ്മുടെ ജന്മങ്ങളിൽ ചെയ്ത പുണ്യപാപങ്ങൾക്കൊത്ത ഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇതൊന്നും ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഇതെല്ലാം വിധിയെന്നോർത്ത് ആ ഭഗവാനെ നിരന്തരം ധ്യാനിച്ച് കാലം കഴിക്കൂ ഭവതി. അപ്പോ ആ സുധാമാവിന്റെ ഭാര്യ സുമംഗല വളരെ ഭക്തിയോടുകൂടി പറയുകയാണ്, ഭഗവാൻ അങ്ങ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമം അറിയാതെയാണെങ്കിൽ പോലും ആരുടെ ചുണ്ടിൽ നിന്നാണോ ഉയരുന്നത്, ആ വ്യക്തിയുടെ കോടാനുകോടി ജന്മങ്ങളിലെ സർവപാപങ്ങളും എരിഞ്ഞില്ലാതായി തീരുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രേഷ്ഠ അങ്ങ് ദ്വാരകാധീശൻ ഒന്നുപോയി കാണാൻ. പറയണം, ഭഗവതി, നിന്റെ വാക്കുകളെല്ലാം ഈശ്വര കൽപ്പിതം പോലെ തോന്നുന്നു. അർത്ഥത്തിൽ ആഗ്രഹം എനിക്കൊട്ടുമില്ലെങ്കിൽ ആ കണ്ണനെ ഒന്ന് ചെന്ന് കണ്ടാൽ നമ്മുടെ കണ്ണുകൾ രണ്ടും സഫലമാകും. ബ്രഹ്മാദി ദേവന്മാർ പോലും കാണാൻ ആഗ്രഹിക്കുന്ന ആ അഖില ജഗൽപതിയെ കണ്ടു വണങ്ങിയാൽ ഈ ബ്രാഹ്മണന്റെ ജന്മവും സഫലമാകും.
ഘോരമായ കാട്ടിൽ അനേക വർഷം വെയിലും മഴയും മഞ്ഞും സഹിച്ച് തപസ് ചെയ്യുന്ന മുനിശ്രേഷ്ഠന്മാരും ആ വാസുദേവന്റെ ദർശനം ഒരു നോക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ നന്ദസൂനുവിനെ കാണാൻ ഇനിയുള്ളവർ യാത്രയാവുകയാണ്. പക്ഷേ ധർമ്മപത്നി ഭഗവാനെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണ് വെറും കൈയോടുകൂടി പോകുന്നത്? ഭഗവാൻ എന്തെങ്കിലും കാഴ്ചയായിട്ട് വെക്കണ്ടേ? പ്രഭു, ഞാൻ അങ്ങയുടെ ഭാര്യ പറയാണ്, പ്രഭു, ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ അയൽവീടുകളിലൊക്കെ ചെന്നിട്ട് അല്പം നെല്ല് ഭിക്ഷയായിട്ട് ചോദിക്കാം. എന്നിട്ട് അതിടിച്ച് അവലാക്കി ഭഗവാന് കൊടുക്കാനായിക്കൊണ്ട് അങ്ങയുടെ കയ്യിൽ തരാം. അപ്പൊ സുദാമാവ് പറയുകയാണ്, ശരി ദേവി, നിങ്ങൾ അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെ ആ സുദാമാവിന്റെ ഭാര്യ അയൽവക്കത്തുള്ള 4 വീടുകളിൽ പോയി അവര് ഓരോ പിടി നെല്ല് വെച്ച് കൊടുത്തു. അങ്ങനെ 4 പിടി അവല് ആക്കി. അത് അവിടെ മറ്റു തുണിയോ ഒന്നുമില്ല, ഈ ഉടുത്തിരുന്ന സാരിയുടെ ഒരു കഷ്ണം തന്നെ കീറി അതിൽ അവൽക്കിഴിയൊക്കെ കെട്ടി ആ സുദാമാവിന്റെ കയ്യിൽ കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് കൊടുക്കുന്നത്. എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്, ആരും കേൾക്കാതെ ഉള്ളിലുള്ള പ്രാർത്ഥന, ഭഗവാനെ, ഈ കൊച്ചു കുടിലിൽ മറ്റൊന്നുമില്ല, അവിടുന്ന് ഈ 4 പിടി അവൽപ്പൊതി കൊണ്ട്, ഈ 4 പിടി അവൽ കൊണ്ട് അങ്ങ് സന്തോഷിക്കാൻ കഴിയും. അങ്ങനെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ അവൽപ്പൊതിയുമായിട്ട് സന്തോഷപൂർവ്വം ആ മഹാപ്രഭുവായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്ദർശനത്തിനായിട്ട് ദ്വാരകയിലേക്ക് പുറപ്പെടുകയാണ്. ആ ദേവി അദ്ദേഹത്തിന് കയ്യില് കുടയും അതുപോലെ തന്നെ വടിയും ഒക്കെ കൊടുത്ത് വിടുന്നുണ്ട്. കാരണം വളരെ ദൂരെയാണ് യാത്ര ചെയ്യേണ്ടത്, ദിവസങ്ങളോളം നടന്നു വേണം ദ്വാരകയിലെത്താനായിട്ട്. അങ്ങനെ ആ നടക്കുന്ന സമയത്ത് നാമസങ്കീർത്തനത്തോടു കൂടി ആ സുദാമാവ് യാത്ര ചെയ്തു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. അങ്ങനെ ആ ഭഗവാന്റെ നാമസങ്കീർത്തനത്തോടുകൂടി ആ സുദാമാവ് ദ്വാരകയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. അപ്പോ ആ ദ്വാരകയിൽ എന്താണ് അവസ്ഥ? ഭഗവാനും രുക്മിണി ദേവിയുമായിരുന്ന് ചതുരംഗം കളിക്കുകയാണ്. ഇടയ്ക്ക് ഭഗവാൻ എണീറ്റ് മട്ടപ്പാവിലൂടെ പുറത്തേക്ക് നോക്കുന്നു. വീണ്ടും രുക്മിണി ദേവിയുടെ അടുത്ത് വന്നിരുന്ന് ചതുരംഗം കളിക്കുക. ഇടയ്ക്ക് വീണ്ടും കൃഷ്ണൻ ഓടി വന്നിട്ട് പുറത്തേക്ക് നോക്കുന്നു. വീണ്ടും രുക്മിണി ദേവിയുടെ അടുത്ത് വന്നിട്ട് കളി തുടരുന്നു. അപ്പോൾ ദേവിക്ക് സംശയമാണ്. ദേവി ആകാംക്ഷയോടുകൂടി ഭഗവാനോട് ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട്, എന്താണ് പ്രഭു, അങ്ങ് ഇടയ്ക്കിടയ്ക്ക് മട്ടുപ്പാവ് വരെ പോകും, ആരെയോ നോക്കും, വീണ്ടും ഇവിടെ വന്നിരിക്കും, വീണ്ടും അങ്ങ് പോയി നോക്കുന്നു, അങ്ങ് ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണോ? ഭഗവാനെ, സാധാരണയായി അങ്ങയുടെ ഒരു കടാക്ഷത്തിന് വേണ്ടി മാത്രമാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ പോലും കൊതിക്കുന്നത്. ഇന്ദ്രാദി ദേവന്മാർ പോലും അങ്ങയുടെ ദർശനത്തിന് വേണ്ടി എത്രയോ സംവത്സരങ്ങൾ തപസ് ചെയ്യുന്നു. സാമന്ത രാജാക്കന്മാർ അങ്ങയെ കാണാനായി സ്വർണവും രത്നാഭരണങ്ങളുമായി കാത്തു നിൽക്കുന്നു. ഭഗവാനെ, സത്യം പറയാമോ, ഞാൻ ആദ്യമായാണ് കാണുന്നത്. അങ്ങ് ആരെയോ കാണാൻ ആഗ്രഹിച്ച് ആകാംക്ഷയോടും വളരെ പ്രതീക്ഷയോടും കൂടി ഇടയ്ക്കിടയ്ക്ക് കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് നിർനിമേഷനായി നോക്കുന്നത്. അങ്ങ് ആരെയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ ഭാവം കണ്ടാൽ അറിയാം അങ്ങക്ക് വളരെ ഇഷ്ടമുള്ള ആരോ ദ്വാരകയിലേക്ക് ഇറങ്ങുന്നു. അപ്പൊ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദേവി, അവിടുന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. 2-3 ദിവസമായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരോ ഒരാൾ എന്നെ കാണാൻ വരുന്നത് പോലെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ. അതേ ദേവി,
ഞാൻ വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ ദ്വാരകയിലേക്ക് വരുന്നത് പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് ദേവി ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ദ്വാരകാപുരിയുടെ പ്രവേശന കവാടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രുക്മിണി ദേവി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പ്രഭു, അങ്ങയുടെ തോന്നൽ എന്തായാലും സത്യമാകാതിരിക്കില്ല. നമുക്ക് നോക്കാം ആരാണ് അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിശിഷ്ട വ്യക്തിയെന്ന്. അപ്പോ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ്. വീണ്ടും ഭഗവാൻ ആ പ്രവേശന കവാടത്തിലേക്ക്, ദ്വാരകാപാടത്തിലേക്ക് നോക്കിയതും അവിടെ ദൂരെ നിന്നും ആ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ എന്ന ഉച്ചത്തിൽ നാമസങ്കീർത്തനവും ചെയ്തു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സുധാമാവിനെ കാണുകയും ഭഗവാൻ തൻ്റെ കൊട്ടാരത്തിൻ്റെ 7ാമത്തെ നിലയിൽ ഉള്ള മട്ടുപ്പാവിൽ നിന്നും ഇറങ്ങി ഓടി വരുന്നു. ഭഗവാന്റെ പുറകെ രുക്മിണിയും മറ്റു തോഴിമാരും ഭടന്മാരും എല്ലാവരും ഓടുന്നു. എന്താണെന്ന് വെച്ചാൽ ലോകനാഥൻ ഓടുകയാണ്. അവര് വളരെ ആകാംക്ഷയോടുകൂടി അവർ പുറകെ ഓടുകയാണ്. അതിൽ ഭഗവാന്റെ ഉത്തരീയമൊക്കെ ഇളകി താഴെ വീഴുന്നു. ആ ഓട്ടത്തിൽ അതാരും ഭഗവാൻ അറിയുന്നേയില്ല. അതിവേഗത്തിൽ ഓടി ഭഗവാൻ സുധാമാവിൻ്റെ അടുത്തെത്തി. വളരെ സന്തോഷത്തോടുകൂടി സുധാമാവിനെ വാരിപ്പുണരുന്നു. ഭഗവാനും സുധാമാവും സന്തോഷം കൊണ്ട് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഭഗവാൻ സുധാമാവിനെ തൻ്റെ ശരീരത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്ന് കൊട്ടാരത്തിലേക്ക് വരികയാണ്. എന്നിട്ട് ഭഗവാൻ തൻ്റെ സിംഹാസനത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് സുധാമാവിനോട് പറയുകയാണ്, എൻ്റെ പ്രിയ സഖാവേ, അങ്ങ് ഈ സിംഹാസനത്തിൽ ഇരുന്നാലും. എന്നിട്ട് ഭഗവാൻ തന്നെ കൈപിടിച്ച് സുധാമാവിനെ ഇരുത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ സുധാമാവ് പറയുകയാണ്, ഭഗവാനെ, എന്താ അവിടുന്ന് അടിയനോട് പറഞ്ഞത്? ഈ ത്രൈലോക്യങ്ങളെ മുഴുവൻ പരിപാലിക്കുന്ന ദ്വാരകാധീശനായ അങ്ങയുടെ സിംഹാസനത്തിൽ ഈ മുഷിഞ്ഞ് കീറി വിയർത്ത വസ്ത്രങ്ങൾ ധരിച്ച ദരിദ്രനായ സുധാമാവിരിക്കാനോ? ഇതിലും വലിയൊരു അപരാധമുണ്ടോ ഭഗവാനെ? എന്നോട് ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. ഞാനിവിടെ ഈ നിലത്ത് ഇരുന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാമാവ് നിലത്തിരുന്നപ്പോൾ ഭഗവാനും വെറും നിലത്തിരുന്നു. ഇത് കണ്ട സുധാമാവ് അതിന്റെ സങ്കടത്തോടുകൂടി എണീറ്റ് ഭഗവാന്റെ കൈപിടിച്ച് എണീപ്പിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വളരെ സങ്കടത്തോടുകൂടി സുധാമാവ് പറയുകയാണ്, ഭഗവാനെ, നന്ദസൂനോ, ദ്വാരകാധീശ, ത്രൈലോക്യനാഥ, അങ്ങ് ഈ വെറും നിലത്തിരിക്കാനോ? അപ്പൊ ഭഗവാൻ പറയാണ്, സുധാമാവേ, അങ്ങ് നിലത്തിരുന്ന ഞാനും നിലത്തിരിക്കും. അങ്ങ് ഈ സിംഹാസനത്തിന് ഉപവിഷ്ടനായാലും എന്ന് പറഞ്ഞ് ഭഗവാൻ സുധാമാവിന്റെ കൈ പിടിച്ച് ആ സിംഹാസനത്തിലേക്ക് ഇരുത്തുന്നു. എന്നിട്ട് ഭഗവാൻ സുധാമാവിന്റെ പാദം നിലത്തിരുന്ന് ആ സുധാമാവിന്റെ പാദം ഭഗവാൻ തന്നെ പൂജിക്കുകയാണ്. അങ്ങനെ ആ പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ സുധാമാവിന്റെ ആ ഒരു പാദം കഴുകിയ ജലം തൻ്റെ ശിരസിൽ തളിക്കുന്നു. കൂടാതെ അത് രുക്മിണിയുടെയും അതുപോലെ തന്നെ മറ്റു പ്രജകളുടെയൊക്കെ ശരീരത്തിലേക്ക് ആ പാദതീർത്ഥം തളിച്ച് എല്ലാവരെയും ഭഗവാൻ തന്നെ ശുദ്ധമാക്കുകയാണ്. തുടർന്ന് അവർ തമ്മിൽ കുശല പ്രശ്നങ്ങളിലൊക്കെ ഏർപ്പെടുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, എന്താ സുധാമാവേ, അങ്ങക്ക് സുഖം തന്നെയല്ലേ? എത്ര കാലമായി കണ്ടിട്ട്, അങ്ങക്ക് എന്നെ കാണാൻ വരാൻ തോന്നിയില്ലല്ലോ. സമാവർത്തനം കഴിഞ്ഞ് വേദാധ്യയനം കഴിഞ്ഞ് നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. സന്തോഷമായ സുധാമാവ്, എനിക്ക് അങ്ങയുടെ ദർശനം കിട്ടിയല്ലോ. അങ്ങ് ഗുരുകുലത്തിൽ നിന്നും തിരിച്ചെത്തി എന്നിട്ട് ഗൃഹസ്ഥാശ്രമിയായോ? എനിക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആ പഴയ കുട്ടിക്കാലം? സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതും, രാത്രിയിൽ ഒരു പായിൽ കിടന്നുറങ്ങിയതും, രണ്ടുപേരും കൂടി ഒരു ഇലയിൽ വെച്ച് ഊണ് കഴിച്ചതും, കൊഞ്ചിക്കുഴഞ്ഞതും, വർത്തമാനം പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ടോ സുധാമാവേ? ഒരു ദിവസം വിറക് ശേഖരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി കാട്ടിലേക്ക് പോയി. എനിക്ക് ഓർമ്മയില്ലേ? ഉൾക്കാട്ടിനകത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് ഞാനാ. അപ്പൊ സുധാമാവ് പറഞ്ഞു, വേണ്ട കണ്ണാ, പോകണ്ട. പോണം എന്ന് പറഞ്ഞ് ആ കാടിന്റെ അകത്തേക്ക് കടന്ന് കൊടും കാട്ടിൽ ചെന്നപ്പോ പെട്ടെന്ന് ആകാശം ഇരുണ്ടുകൂടിയതും
സന്ധ്യയായതും തിരിച്ച് കാടിന് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള വഴിയറിയാതെ നമ്മൾ ആ കൊടുങ്കാട്ടിൽ നടന്നതും പെട്ടെന്ന് ഇടിവെട്ടിയതും ഘോരമായ മഴ പെയ്തതും ദുഷ്ടമൃഗങ്ങളുടെ അലർച്ച കേട്ട് നമ്മൾ രണ്ടുപേരും പേടിച്ച് വിറച്ച് ഒരു വള്ളിപ്പടർപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ചിരുന്നതും ആ രാത്രി മുഴുവൻ നമ്മൾ ഉറങ്ങാതെ നാരായണ 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 എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ടിരുന്നതും ഒഴിക്കും വെളുപ്പാങ്കാലമായി. നമ്മുടെ ഗുരുനാഥൻ സന്ദീപനി മഹർഷി അപ്പോൾ കണ്ണാ കണ്ണാ സുധാമ സുധാമ എന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് നാമം ജപിച്ചുകൊണ്ട് വിറച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് തലയിൽ വിറകുകെട്ടുകളും ആയി നിൽക്കുന്ന നമ്മളെ കണ്ടത്. ആ വിറകുകെട്ടുകൾ തട്ടിമാറ്റി നമ്മളെ രണ്ടുപേരെയും ഗുരുനാഥന്റെ മാറോട് ചേർത്ത് പിടിച്ച് ഗുരുനാഥൻ നമ്മളെ രണ്ടുപേരുടെയും ശിരസിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചില്ലേ സുധാമാവേ, ഞാൻ പഠിപ്പിച്ച എല്ലാ വിദ്യകളും നിങ്ങൾക്ക് വേണ്ടതുപോലെ ഫലിക്കട്ടെ എന്ന്. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതൊരു വ്യക്തിയും പൂർണ്ണനാകുന്നുള്ളൂ. സുധാമാവേ, അങ്ങ് ഓർക്കുന്നില്ലേ നമ്മുടെ ആ പഴയ ഗുരുകുലത്തിലെ കാലഘട്ടം? സുധാമാവ് പറയുകയാണ്, ഉണ്ട് ഭഗവാനെ, എല്ലാം ഇന്നലെ എന്നതുപോലെ ഓർക്കുന്നു. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഏതൊരു വ്യക്തിയും പരിപൂർണനാകുന്നുള്ളൂ. അപ്പോ ഭഗവാൻ ചോദിക്കുകയാണ്, അല്ലയോ സുധാമാവേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഏട്ടത്തിയമ്മ എനിക്ക് എന്താണ് തന്നു വിട്ടിട്ടുള്ളത്? സുധാമാവന്റെ കൈയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് ഭഗവാൻ ചോദിക്കുന്നത്, ഏട്ടത്തിയമ്മ എനിക്ക് എന്താ തന്നു വിട്ടിട്ടുള്ളത്? അപ്പോൾ സുധാമാവിന് ഈ കല്ലും നെല്ലും നിറഞ്ഞ മുഷിഞ്ഞ തുണിയിൽ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന ഈ അവൽക്കിഴി കൊടുക്കാൻ, ഭഗവാന് കൊടുക്കാനായിട്ട് കുറച്ച് മടി. രുക്മിണീദേവി വെഞ്ചാമരമൊക്കെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുധാമാവനാണ് അല്പ ലജ്ജയുമായി 14 ലോകത്തിൻ്റെയും മുഴുവനും പ്രഭുവായിട്ടുള്ള ഈ ശ്രീകൃഷ്ണ ഭഗവാന് എങ്ങനെ കൊടുക്കും താനിത് എന്ന് പരിഭ്രമിക്കുന്നു. അപ്പോ ഭഗവാൻ പറയാണ്, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള വസ്തു എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള വസ്തു ഏതായാലും കുഴപ്പമില്ല, അത് അങ്ങ് എനിക്ക് തരിക. എൻ്റെ ഭക്തന്മാർ ഭക്തിയോടുകൂടി ഒരു തുളസിയിലയോ ഒരു പൂവോ ഒരു പഴമോ ഒരു തുള്ളി ജലമോ കൂടി എനിക്ക് അർപ്പിച്ചാൽ പോലും ഞാനത് മഹത്തായ വസ്തുവായി സ്വീകരിക്കും. അതുകൊണ്ട് അങ്ങ് കൊണ്ടുവന്ന പദാർത്ഥം എത്ര നിസ്സാരമാണെങ്കിലും എനിക്കത് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങ് തരാൻ മടിക്കരുതേ. ഭഗവാൻ ഇപ്രകാരമൊക്കെ പറഞ്ഞെങ്കിലും സുധാമാവ് സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാന് ഒരു പിടി അവൽ എങ്ങനെ കൊടുക്കും എന്ന വിചാരത്തിൽ ലജ്ജിതനായി തല താഴ്ത്തിയിരുന്നതല്ലാതെ ആ അവൽ ഭഗവാന് കൊടുത്തില്ല. ശ്രീകൃഷ്ണ ഭഗവാൻ സുധാമാവിൻ്റെ അടുത്ത് എന്നിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ ആ അരയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു എന്തോ ഒന്ന്. ഭഗവാൻ എന്ത് ചെയ്തു? ഇതെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ ആ അരയിൽ നിന്ന് അത് ബലമായിട്ട് അത് പിടിച്ചു മേടിച്ചു. അപ്പോൾ എന്നിട്ട് ഭഗവാൻ ചോദിക്കുന്നു, അല്ലയോ സഖേ, ഇത് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിരിക്കുകയാണോ? എനിക്ക് തരാത്തത് കഷ്ടം തന്നെ. അങ്ങേക്ക് അറിയില്ലേ എനിക്ക് അവൻ എത്ര ഇഷ്ടമാണെന്ന്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു പിടി അവൽ ഭക്ഷിച്ചു. ഭഗവാൻ പറയുന്നു, സുധാമാവേ, എത്ര സ്വാദിഷ്ടമായ അവലാണിത്. ഇത്രയും സ്വാദിഷ്ടമായ അവൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. വീണ്ടും ഭഗവാൻ എന്ത് ചെയ്തു? ഒരു പിടി അവൽ കൂടി എടുക്കാൻ തുനിഞ്ഞതും ആ ലക്ഷ്മി ദേവി സർവേശ്വരന്റെ കയ്യിൽ കടന്നു പിടിച്ചു. എന്നിട്ട് ആ ദേവി പറയുകയാണ്, ഭഗവാനെ, അങ്ങയുടെ ഭക്തന് എത്രത്തോളം സമ്പത്ത് കൊടുക്കാൻ ആഗ്രഹിച്ചോ അത്രത്തോളം സമ്പത്ത് അങ്ങയുടെ ഭക്തന് ഈ ഒരു പിടി അവൽ കൊണ്ട് തന്നെ ലഭിച്ചു കഴിഞ്ഞു. ഇതുകൂടി അങ്ങ് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങയുടെ ഭക്തന് ദാസിയായിരിക്കേണ്ടി വരും. അതിനങ്ങ് ഇടവരുത്തരുതേ ഭഗവാനെ എന്ന്. തുടർന്ന് ശ്രീകൃഷ്ണ ഭഗവാനും അതുപോലെ തന്നെ സുധാമാവും മാത്രം അവരുടേതായിട്ടുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. അതിനുശേഷം അന്ന് രാത്രിയായപ്പോൾ സുധാമാവിന് ശയനത്തിനുള്ള മുറിയിലേക്ക് ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ പട്ടുമെത്തയെല്ലാം ഭഗവാൻ തന്നെ വിരിച്ചു കൊടുത്തു. കുറച്ചു നേരം വീണ്ടും സംസാരിച്ചു കൊണ്ടിരുന്നു. തുടർന്ന് ഭഗവാൻ ആ രുക്മിണി ദേവിയുടെ അന്തഃപുരത്തിലെത്തി. എന്നിട്ട് കൃഷ്ണൻ ചോദിക്കുകയാണ് ദേവിയോട്, ദേവി, അവിടത്തേക്ക് എങ്ങനെ മനസ്സിലായി
ഞാൻ സുധാമാവിന് സർവ്വ ഐശ്വര്യങ്ങളും നൽകിയെന്ന് ഭഗവാൻ ഒരു കള്ളച്ചിരിയോടെ, ഒരു കള്ള പുഞ്ചിരിയോടെയാണ് ചോദിക്കുന്നത്. അവിടത്തേക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഞാൻ സുധാമാവിന് സർവ്വ ഐശ്വര്യങ്ങളും നൽകിയെന്ന്? അപ്പോൾ ആ ദേവി പറയുകയാണ്, ഭഗവാനെ വാസുദേവ, അവിടുന്ന് സുധാമാ ഭക്തിയോടുകൂടി കൊണ്ടുവന്ന ഒരു പിടി അവൽ ഭുജിച്ചപ്പോൾ തന്നെ ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ എത്രയോ കോടി ജന്മങ്ങളിലെ പാപങ്ങളും അഗ്നി എത്ര വലിയ ഘോര വനങ്ങളും വളരെ കുറച്ച് സമയം കൊണ്ട് കത്തിച്ച് ചാരമാക്കുന്നത് പോലെ എരിഞ്ഞില്ലാതായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രാണനാഥ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോ ദേവി, എൻ്റെ സുധാമ പറയാണ്, ഭഗവാൻ ദേവിയോട് പറയാണ്, ദേവി എൻ്റെ സുധാമ ജീവിതത്തിൽ ദാരിദ്ര്യത്തിന് പടുകുഴിയിൽ നിൽക്കുമ്പോഴും തൻ്റെ മക്കൾക്ക് ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതിരുന്നിട്ടും എൻ്റെ സുധാമ ഒരു നിമിഷം പോലും എന്നെ മറന്നില്ല. ആ സാധു ബ്രാഹ്മണന്റെ ഒരു ദുഃഖം പോലും എന്നോട് പറഞ്ഞില്ല. ആരെങ്കിലും ഭിക്ഷയായിട്ട് അല്പം അന്നം കൊടുത്താൽ അതിൻ്റെ പകുതി സുധാമ എനിക്ക് സമർപ്പിക്കും. എന്നിട്ട് ബാക്കി പകുതി ഭക്ഷണം തൻ്റെ മക്കൾക്ക് കൊടുത്തിട്ട് പാവം സുധാമാവും പത്നിയും വിശന്ന് വലഞ്ഞിരിക്കും. എൻ്റെ പ്രിയമിത്രം ജീവിതത്തിൽ ഒരു തവണ പോലും എന്നോടൊരു ആവശ്യവും പറഞ്ഞിട്ടില്ല. അർത്ഥത്തിന് വേണ്ടി എന്നെ ഭജിച്ചിട്ടില്ല. സുധാമാവ് എന്നെ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കുന്നത് പോലെ ഞാനും പ്രിയ സുഹൃത്ത് സുധാമാവിനെ അനുനിമിഷം ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ സുധാമാവിന് എന്നോടുള്ള ഭക്തിക്കും ത്യാഗത്തിനും മുമ്പിൽ ഞാൻ തോറ്റുപോയി ദേവി. ഞാൻ എൻ്റെ പ്രിയമിത്രത്തിന് വേണ്ടി ഒരു രാജ്യമോ കൊട്ടാരമോ രത്നങ്ങളോ ലക്ഷക്കണക്കിന് പശുക്കളെ കൊടുത്താൽ പോലും സുധാമാവ് സ്വീകരിക്കുകയില്ല ദേവി. പക്ഷേ എൻ്റെ സുധാമാവിന് വേണ്ടി സേവ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചുകുട്ടികളും ഒരു നിമിഷം പോലും ഒരു ദുഃഖവും അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ദ്രാദി ദേവന്മാർ പോലും ആഗ്രഹിക്കുന്ന സർവസമ്പത്തുകളും ഞാൻ അദ്ദേഹത്തിന് നൽകിയത്. ഗുരുദേവ് പറയണം, പക്ഷേ ഭഗവാനെ, അവിടുത്തെ ഭക്തൻ സുധാമ അങ്ങിപ്പോൾ കൊടുത്ത സർവ്വ സൗഭാഗ്യങ്ങളും അറിയുന്നില്ലല്ലോ. അതല്ലേ ദേവി ഞാൻ നേരത്തെ പറഞ്ഞത്, ലൗകികമായ ഒരു വസ്തുക്കളിലും സുധാമാവിന് യാതൊരുവിധ ആഗ്രഹവുമില്ലെന്ന്. പക്ഷേ ദേവിക്കറിയില്ലേ, ധനത്തിന് വേണ്ടി അല്ലാതെ എന്നെ ഇടതടവില്ലാതെ മനസ്സിൽ ധ്യാനിക്കുന്ന എൻ്റെ ഭക്തന്മാർക്ക് അവർ ആവശ്യപ്പെടാതെ ഞാൻ എന്നെ തന്നെ അവർക്ക് കൊടുക്കുമെന്ന് രുക്മിണിദേവി പറയാണ്. അതൊക്കെ എനിക്കറിയാം പ്രഭു. അങ്ങയുടെ പ്രിയമിത്രം ഉദ്ധവരും അക്രൂരനും ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദകുമാരനും ധ്രുവകുമാരനും വിതുരനും മൈത്രേയ മഹർഷി, അങ്ങനെ എത്രയോ ഭക്തന്മാരുണ്ട് അങ്ങയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയവര്. അതേ ദേവി, എല്ലാം അവിടുന്ന് വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതേ പ്രഭു, എല്ലാം അവിടുത്തെ കാരുണ്യം പോലെ. അങ്ങനെ സുധാമ സ്വഗൃഹത്തിലേക്ക് പോകാനായിട്ട് തയ്യാറാവുകയാണ്. ഭഗവാനോട് യാത്ര പറയാനായിട്ട് വരുന്നു. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ് ആ സുധാമ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. ഭഗവാൻ സിംഹാസനത്തിൽ നിന്നും സുധാമാവിനെ കണ്ടതും ചാടി എഴുന്നേറ്റു. സുധാമാവ് പറയുകയാണ്, ഭഗവാൻ, അവിടുന്ന് ഈ ഉള്ളവന് ഗൃഹത്തിലേക്ക് പോകുന്നതെന്ന് അന്നത് നൽകണം. കൃഷ്ണൻ വളരെ ആശ്ചര്യത്തോടുകൂടി അതിലേറെ വേദനയോടുകൂടി ചോദിക്കുന്നു, എന്താ സുധാമായി പറയുന്നത്? അവിടുന്ന് ഇന്നലെ വന്നല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് ഗൃഹത്തിലേക്ക് പോകാൻ തുടക്കണം? എൻ്റെ പ്രിയമിത്രമേ, ഇനി നേരം പോക്ക് പറയുകയാണ്. സുധാമ പറയുകയാണ്, അല്ല പ്രഭു, അങ്ങേ പിരിയുന്നതിൽ അഗാധമായ വേദനയുണ്ട്. പക്ഷെ തിരികെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ ഭഗവാൻ. ധർമ്മപത്നിയും കുട്ടികളും തനിച്ചല്ലോ. അവൻ ഈ ഉള്ളവൻ ഗൃഹത്തിലെത്താൻ വൈകിയാൽ വളരെ വിഷമിക്കും. അതുകൊണ്ടാണ് പ്രഭു ഇന്ന് തന്നെ തിരികെ പോകുന്നത്. അല്ലെങ്കിൽ
വാസുദേവ, അങ്ങയെ പിരിയാൻ ഈ സുധാമാവിന് കഴിയുമോ? എങ്കിൽ അപ്പോൾ ഭഗവാൻ വളരെ സങ്കടപ്പെട്ട് പറയുകയാണ്, എങ്കിൽ സുധാമ, ഞാൻ അങ്ങയെ തടയുന്നില്ല. ഏട്ടത്തമ്മയോടും മക്കളോടും എൻ്റെ അന്വേഷണം മറക്കാതെ എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് ഭാരതിയിൽ പറയണം. സുധാമ പറയുന്നു, എങ്കിൽ ഭഗവാൻ അവിടുന്ന് എനിക്ക് പോകുന്നതിനുള്ള അനുമതി നൽകിയാണ്. സുധാമാവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്നു, ഇനി എന്ന് കാണും സുധാമാവേ നമ്മൾ തമ്മിൽ? എൻ്റെ പ്രിയ സഖാവേ, എനിക്ക് അങ്ങേ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അങ്ങ് തിരികെ പോകുന്നു എന്ന് കേൾക്കുമ്പോ എൻ്റെ ഹൃദയം നുറുങ്ങുന്നത് പോലെ തോന്നുന്നു സുധാമ. സുധാമാവ് ഭഗവാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട്, കൃഷ്ണ, ഭഗവാനെ, കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഭഗവാന്റെ ആ ഒരു കെട്ടിപ്പിടുത്തം സുധാമാവ് പതുക്കെ പതുക്കെ അയച്ച് പോകാൻ ഒരുങ്ങുകയാണ്. ഭഗവാൻ സുധാമാവിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. പരസ്പരം കണ്ണിൽ നോക്കി ആ മുഖാശ്രുക്കൾ കണ്ണിൽ നിന്ന് അടർന്നു വീഴുകയാണ്. ഭഗവാൻ മുറുക്കെ പിടിക്കുമ്പോൾ സുധാമ കൈ അയക്കുന്നു ഭഗവാനിൽ നിന്ന്. അങ്ങനെ ഭഗവാനിൽ നിന്ന് കൈ അയച്ച് സുധാമാവ് തിരികെ നടക്കുകയാണ്. കുറച്ചു ദൂരം നടക്കും. ഭഗവാൻ കരഞ്ഞുകൊണ്ട് സുധാമാവിന്റെ തിരികെ ഉള്ള ആ പോക്ക് നോക്കി നിൽക്കുകയാണ്. ഹൃദയം പറിച്ചുകൊണ്ട് പോകുന്ന പോലെ രണ്ടുപേരും പരസ്പരം വിടവാങ്ങുകയാണ്. സുധാമാവ് കുറച്ചു കഴിഞ്ഞ് 4 ചുണ്ട് വെച്ചതും തിരിഞ്ഞു നോക്കി ഭഗവാൻ ഓടിച്ചെന്ന് ഭഗവാനും സുധാമാവും ഓടി വന്ന് വീണ്ടും ആലിംഗബദ്ധരായി. അവർക്ക് പിരിയാൻ കഴിയുന്നില്ല. വീണ്ടും സുധാമാവ് അവിടുന്ന് യാത്ര തിരിച്ചു. ഭഗവാൻ നോക്കി നിൽക്കുകയാണ് സുധാമാവിന്റെ യാത്ര. അങ്ങനെ ഭഗവാൻ തിരികെ ആ സിംഹാസനത്തിലേക്ക് പോകുന്നു. സുധാമാവ് തൻ്റെ സ്വഗൃഹത്തിലേക്കും യാത്രയായി. ഭഗവാന്റെ ആ നാമം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ, രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ എന്ന നാമജപവുമായി സുധാമാവ് തിരികെ വീട്ടിലെത്തുന്നു. പഴയ കൊച്ചുകുടിലിരുന്ന സ്ഥലത്ത് വലിയൊരു കൊട്ടാര സദൃശ്യമായ മണിമാളിക ഉയർന്നു നിൽക്കുന്നു. രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും ഒക്കെ കൊണ്ട് ചുവരുകളെല്ലാം വെട്ടിത്തിളങ്ങുന്നു. സുധാമ തൻ്റെ വീട് ആശ്ചര്യത്തോടെ നോക്കുന്നു. തനിക്ക് വീട് മാറിപ്പോയോ? എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പോൾ സർവാഭരണ വിഭൂഷിതയായി തൻ്റെ ധർമ്മപത്നിയും കുട്ടികളും എല്ലാവരും പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ധാരാളം സ്വർണ്ണാഭരണങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് ഓടി വരുന്നു. സുമംഗല ഓടി വന്ന് സുധാമാവിന്റെ കാലത്തൊട്ട് പാദനമസ്കാരം ചെയ്യുന്നു. എന്നിട്ട് ആ കർപ്പൂരം കത്തിച്ച് ആരതി ഭഗവാനെ ഈ സുധാമാവിനെ ഒഴിയുകയാണ്. ഒപ്പം തൻ്റെ കുട്ടികളും വന്നിട്ട് ആ സുധാമാവിന്റെ പാദനമസ്കാരം ചെയ്യുന്നു. സുധാമാവ് ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ഭഗവാൻ, ഇതെന്തൊരു ആശ്ചര്യം! എനിക്ക് വഴിതെറ്റിപ്പോയോ? ഞാൻ വീണ്ടും ദ്വാരകയിൽ തന്നെയാണോ എത്തി നിൽക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ ഇവിടെ സംഭവിച്ചത്? അതാ സുമംഗല പറയുന്നു, ഭഗവാനെ, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങേക്ക് വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ല. ഇത് ആ ദ്വാരകാധീശന്റെ അനുഗ്രഹമാണ്. ഇത് കേട്ടത് സുധാമാവ് ഭാര്യയും കുട്ടികളും കൂടെ ഒരുമിച്ച് പറയുകയാണ്, ഭഗവാനെ, കൃഷ്ണ, വാസുദേവ, നാരായണ, അവിടുത്തെ ലീലകൾ എത്ര അത്ഭുതമാണ്! അവിടുന്ന് ഏതൊരവസ്ഥയിലും ഭക്തന്മാരെ കൈവെടിയുകയില്ല എന്ന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ? ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും തന്ന് ഭഗവാൻ നമ്മുടെ കർമ്മബന്ധങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കി ഒടുവിൽ നമ്മളെ അനുഗ്രഹിച്ചു. അങ്ങനെ അവരൊരുമിച്ച് ആ സുധാമാവും കുട്ടികളും ഭാര്യയും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ നാമസങ്കീർത്തനം ചൊല്ലുകയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ,
ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. ഹേ നാഥ നാരായണ വാസുദേവ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ രാധേ കൃഷ്ണ കൃഷ്ണ. അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെയും തൻ്റെ ഉത്തമ ഭക്തനും സുഹൃത്തുമായിട്ടുള്ള സുദാമാവിൻ്റെയും കഥ എൻ്റെ ഭക്തന്മാരുടെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും പാതാരബിന്ദങ്ങളിൽ ഈ എളിയ വാക്ക് നാമാർച്ചനയായിട്ട് സമർപ്പിക്കുന്നു. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. ജയ ശ്രീ രാധേ രാധേ. ജയ ശ്രീ രാധേ രാധേ. ജയ ശ്രീ രാധേ രാധേ. ജയ രാധേശ്യാം.